ഡിസംബർ മാസം 10-ാം തീയതി കാട്ടുകമ്പുകളും മുളയും ഇല്ലിയിലകളുമെല്ലാം ചേർത്ത് പടുത്തുയർത്തിയ കൊച്ചു ദേവാലയത്തിൽ ഉടുമ്പന്നൂർ പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് കാരക്കുന്നേലച്ചൻ ബലിയർപ്പിച്ചു. ഈ പ്രദേശത്തെ കടന്നു വന്ന ആദ്യകാല കുടിയേറ്റക്കാര് തങ്ങളുടെ ദൈവാശ്രയ ബോധവും ദൈവപരിപാലനയുമുള്ള വിശ്വാസവുമൊക്കെ അവിടെ ആരംഭം കുറിക്കുകയായിരുന്നു. 1949 അധിക ഭക്ഷ്യോൽപാദനത്തിനു വേണ്ടി സർക്കാർ 14 കുടുംബങ്ങൾക്ക് ഈ വനംപ്രദേശത്ത് സ്ഥലം പതിച്ചു കൊടുത്തപ്പോൾ ഉടുമ്പന്നൂരിൽ നിന്നും 14 കുടുംബങ്ങൾ ഇവിടേക്ക് ചേക്കേറുകയായിരുന്നു. ഞങ്ങൾ 48-ലാണ് ഇവിടെ കുടിയേറുന്നത്. സർക്കാർ ഇവിടെ കുടിയിരുത്തിയ ഭക്ഷണക്ഷാമം പരിഹരിക്കാൻ വേണ്ടി അന്ന് കുടിയിരുത്തിയതാണ്. ഞങ്ങളതൊരു 11 അംഗമാണ് ഒരു വീടായിട്ട് വന്നു കൂടിയത്. അവിടുന്ന് ആണ് ഞങ്ങൾ ഓരോരുത്തരും പിരിഞ്ഞ് മാറി താമസം തുടങ്ങിയത്. ഇന്നുവരെയും ഉള്ളതിൽ ഞാൻ മാത്രം അന്ന് വന്നതിൽ ബാക്കി ജീവിച്ചിരിപ്പുള്ളൂ. വന്ന വാച്ചതെല്ലാം മരിച്ചുപോയി. 2 കാരണവന്മാരുണ്ട് പറ്റിയല്ലാതെ, ബാക്കി ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവിടെ അന്ന് മുതൽ കയറി താമസിക്കുന്നതാണ് ഇന്നുവരെയും. ഇവിടെ ആയിരക്കണക്കിന് കുടുംബക്കാർ ഈ പള്ളി ഇടവകയിൽ തന്നെയുണ്ട്. ഈ ഘോരവനത്തിൽ വന്യജീവികളുടെയും അതുപോലെ മറ്റ് ഹിംസ്രജീവികളുടെയുമൊക്കെ ശല്യം വകവയ്ക്കാതെ തന്നെ അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് അധ്വാനശീലരായ കർഷകർ ഇവിടെ ഒരു കൊച്ചു ഗ്രാമത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ധാരാളം ഭക്ഷ്യവിളകളൊക്കെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആത്മീയ ഭക്ഷണത്തിന് വേണ്ടി അവർ തീവ്രമായി ആഗ്രഹിക്കുകയും അങ്ങനെ അന്ന് കോതമംഗലം രൂപതയിലെ ആദ്യത്തെ ഒരു ദേവാലയം ഇവിടെ ഈ മലമ്പ്രദേശത്ത് സ്ഥാപിക്കാനായിട്ട് അഭിമന്യ മാത്യു പോത്തനാമഴി പിതാവ് അനുവാദം കൊടുക്കുകയും 1958 ബഹുമാനപ്പെട്ട തോമസ് പിച്ചാട്ടച്ചൻ ഇവിടുത്തെ ആദ്യത്തെ വികാരിയായി കടന്നു വരികയും അങ്ങനെ ഇവിടെ ഒരു ഇടവകയ്ക്ക് രൂപം നൽകുകയുമായിരുന്നു. പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമ പാരമ്പര്യം തുടരുന്ന സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ നിബന്ധനകളോട് പരമാവധി വിശ്വസ്തത പുലർത്തുന്ന ഒരു ദേവാലയമാണിത്. ആരാധനാക്രമങ്ങൾക്ക് സമുചിതമായ രീതിയിലാണ് ദൈവാലയത്തിൻ്റെ ആന്തരിക ഘടന. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണിത്. മദ്ബഹ, വിശുദ്ധീകരിക്കുന്ന ഇടം എന്നാണ് ഈ പദത്തിന്റെ വാച്യാർത്ഥം. സൂക്ഷ്മാർത്ഥത്തിൽ ബലിപീഠത്തെ സൂചിപ്പിക്കുന്ന ഈ പദം ഇന്ന് ബലിപീഠം സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തെ മുഴുവൻ സൂചിപ്പിക്കുന്നു. മദ്ബഹ പ്രതീകാത്മകമായി സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. മാർത്തോമ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യമനുസരിച്ച് മേൽക്കൂര ഉയരം കൂട്ടി പണിതിരിക്കുന്നു. മദ്ബഹയുടെ മുകളിലെ താഴികക്കുടം താഴികക്കുടത്തിനുൾവശം സ്വർഗത്തിന്റെ പ്രതീകമായി ചിത്രീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തെയും മാലാഖമാരെയും വശങ്ങളിൽ 12 ശ്ലീഹന്മാരെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രാർത്ഥനാ ചൈതന്യവും വലിയ ആത്മീയ ഉണർവും ഓരോ വിശ്വാസിക്കും തീർത്ഥാടകനും നൽകും എന്നതും എടുത്തു പറയണം. മദ്ബഹയുടെ നടുവിൽ മുഖ്യസ്ഥാനത്ത് മാർത്തോമാ ശ്ലീവയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മുകളിൽ
പിതാവായ ദൈവത്തിൻ്റെ ചിത്രീകരണം. അതിന് താഴെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്കൺ സ്ഥാപിച്ചിരിക്കുന്നു. വശങ്ങളിൽ ഗ്ലോറിയ പാടുന്ന മാലാഖമാർ. രക്ഷാചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ജീവന്റെ വൃക്ഷം. രക്ഷയുടെ പ്രതീകമായ നോഹിന്റെ പെട്ടകവും മദ്ബഹയുടെ ഭിത്തികളിൽ കാണാം. കുരിശിലെ ബലിയെ ദ്യോതിപ്പിക്കുന്ന പെലിക്കൻ പക്ഷിയുടെ ചിത്രീകരണവും മദ്ബഹയുടെ സ്തൂപങ്ങളിലുണ്ട്. കർത്താവീശോ മിശിഹായുടെ ശൂന്യമായ കല്ലറയുടെ പ്രതീകാത്മകത പ്രധാന ബലിപീഠത്തിലും സമന്വയിപ്പിച്ചിരിക്കുന്നു. കൈകൂപ്പി നിൽക്കുന്ന മാലാഖമാരെയും കാണാം. ദിവ്യബലിയർപ്പണ വേളയിൽ ദിവ്യരഹസ്യങ്ങളായ അപ്പവും വീഞ്ഞും തയ്യാറാക്കുന്നതിനുള്ള ബേസ്ഗസകൾ ശില്പകലാഭംഗിയിൽ ശ്രദ്ധയാകർഷിക്കും വിധം മദ്ബഹയിൽ കാണാം. യേശുവിൻ്റെ വിരിമാറിൽ തറയ്ക്കുന്ന കുന്തവും ചാട്ടവാറിന് അടിക്കുന്ന ചിത്രവും ഇതിൽ കാണാം. കെസ്ത്രോമയിൽ നിന്നും മദ്ബഹയിലേക്ക് 3 പടികൾ കാണാം. ഇത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മദ്ബഹ സ്വർഗമാണ്. മദ്ബഹയുടെ മുൻവശത്ത് കുഴലൂതുന്ന മാലാഖമാരുടെ ചിത്രീകരണവും മനോഹരമാണ്. കെസ്ത്രോമയുടെ തുടർച്ചയായി ഹൈക്കലയിലുള്ള ഈ ഉയർന്ന വേദിയാണ് ബേമ. പരിശുദ്ധാത്മാവ്, കൈകൂപ്പിയ മാലാഖ, വചനം വായിക്കുന്ന യേശു, സുവിശേഷങ്ങളുടെ പ്രതീക ചിഹ്നങ്ങൾ എന്നിവയും ബേമയിൽ കാണാം. മദ്ബഹയുടെ വലതുവശത്തായി സ്ഥാപിച്ചിരിക്കുന്ന ദിവ്യ സക്രാരി ദിവ്യരക്ഷിതാവിൻ്റെ തിരുമുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. ദൈവാരൂപി നിറഞ്ഞ ദേവാലയത്തിൻ്റെ ഉൾവശം എത്ര മനോഹരം! വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പള്ളിയകത്തെ തിരുസ്വരൂപം. വിശുദ്ധന്റെ രൂപം സ്ഥാപിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതിങ്ങനെ: പട്ടിണിയും പരിവട്ടവും ആയി നട്ടം തിരിഞ്ഞ കുറേ നല്ല മനുഷ്യർ അവരുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വേല ചെയ്യാനുള്ള സ്ഥലങ്ങൾ തേടി അവർ വിഷമിച്ച സമയത്ത് ഉടുമ്പന്നൂർ, കരിമണ്ണൂരുള്ള ആളുകൾ, അവർക്ക് ആകെ ഒരു മധ്യസ്ഥം ഉണ്ടായിരുന്നത് മുതലക്കോടത്ത് മുത്തപ്പൻ മാത്രമായിരുന്നു. അവർ
എവിടെയെങ്കിലും നല്ലൊരു മേഖല ജോലി എടുക്കാനായിട്ടാണ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അവർക്ക് 1948 14 അലോട്ട്മെൻറ്റുകളിലായിട്ട് അവർക്ക് ഹൈ റേഞ്ചിൽ ഇന്നത്തെ ഇടുക്കിയിൽ വാഴത്തോപ്പിൽ സ്ഥലം ലഭിക്കുകയുണ്ടായി. അതിനുശേഷം അവരുടെ ഇങ്ങോട്ടുള്ള യാത്ര, അവരുടെ ദുർഘടം പിടിച്ചതായുള്ള ദുരിതങ്ങൾ നിറഞ്ഞതായ യാത്ര, അവരുടെ വഴി കാട്ടാനകളും അതുപോലെ തന്നെ ഹിംസ്ര ജന്തുക്കളും വന്യജീവികളും എല്ലാം നിറഞ്ഞ മലമ്പാമ്പുകളും വിഷപ്പാമ്പുകളും എല്ലാം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ മുത്തപ്പനാണ് അവർക്ക് സംരക്ഷണം കൊടുത്തത്. അപ്പോൾ ആ മുത്തപ്പൻ്റെ ഓർമ്മയിലാണ് നമ്മൾ ഇന്ന് വാഴത്തോപ്പിൽ നമ്മുടെ ഈ പള്ളി ഉണർത്തിയിരിക്കുന്നത്. അവർ ഈ വാഴത്തോപ്പിൽ വന്ന ശേഷം ആദ്യം തന്നെ ഒരു ദേവാലയത്തിൻ്റെ ഒരു നിർമ്മിതിയാണ് അവർ ആഗ്രഹിച്ചത്. പുല്ലുകൊണ്ട് മേഞ്ഞൊരു ചെറിയ കെട്ടിടമെല്ലാം ഉണ്ടാക്കി അവിടെ ഗീവർഗീസ് പുണ്യാളിന് വേണ്ടിയിട്ട് അവർ നേർച്ചകാഴ്ചകൾ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥം ഞാനും അപേക്ഷിക്കുന്നു. കൂടുതൽ ചരിത്രവും കാഴ്ചകളും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ദേവാലയങ്ങളിലൂടെ.